പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്ത് പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത നോബിൾ ഈരാറ്റുപേട്ട പ്രസ് ക്ലബ്ബിൽ പറഞ്ഞു. പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്ത് 3 കോടി രൂപ മുടക്കി നിർമ്മിച്ചിട്ടുള്ള പുതിയ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷാണ് ശനിയാഴ്ച രാവിലെ 10-ന് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അധ്യക്ഷത വഹിക്കും. ആന്റോ ആന്റണി MP മുഖ്യ പ്രഭാഷണം നടത്തും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത നോബിൾ സ്വാഗതം പറയും. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ PR അനുപമ, ജോൺ ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ രമാ മോഹനൻ, അജിത് കുമാർ, മിനി സാവിയോ, വിവിധ കക്ഷി നേതാക്കളായ സിജു, EK മുജീബ്, അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത്, എബി ലൂക്കോസ് എന്നിവർ പ്രസംഗിക്കും. പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്ത് പുതിയ മന്ദിര സമുച്ചയത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നാളെ രാവിലെ, അതായത് ഒക്ടോബർ 4 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് ഉദ്ഘാടനം ചെയ്യുന്നതും തദവസരത്തിൽ നമ്മുടെ അധ്യക്ഷത വഹിക്കുന്നത് പൂഞ്ഞാർ നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അവരുകളുമാണ്. നമ്മുടെ പത്തനംതിട്ട പാർലമെന്റ് MP ശ്രീ ആന്റോ ആന്റണി അവരുടെ മുഖ്യ പ്രഭാഷണത്തോടു കൂടി നമ്മുടെ സമ്മേളനം ആരംഭിക്കുന്നു. സമ്മേളനത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെയും പൂഞ്ഞാറിൻ്റെയും സമഗ്ര വികസനമാണ് ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതിന് നമുക്ക് നമ്മുടെ ഓഫീസ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി 4 ഘട്ടങ്ങളായിട്ടാണ് ഫണ്ട് ലഭിച്ചിട്ടുള്ളത്. അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അതോടൊപ്പം തന്നെ MLAയുടെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ട് 1.5 കോടി രൂപയുടെ കെട്ടിട സമുച്ചയമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ മേഖലകളിലുള്ള സമഗ്ര വികസനമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഈ 5 വർഷക്കാലം കൊണ്ട് ഗ്രാമപഞ്ചായത്തിന് വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, കാർഷിക മേഖല എന്നിങ്ങനെ വളരെ വ്യാപകമായ ഒരു വികസന പ്രവർത്തനത്തിലൂടെ ഗ്രാമപഞ്ചായത്തിന് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞിട്ടുണ്ട്.